ബൈബിൾ പഠന പാരായണ പരമ്പരയുടെ 117-ാമത്തെ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വായനയിൽ ആദ്യത്തെ വായന സാമൂഹ്യ പ്രവാചനം 1-ാം പുസ്തകത്തിൽ 26-ാം അധ്യായവും 2-ാം വായന സങ്കീർത്തന പുസ്തകം 56-ാം അധ്യായവുമാണ്. സാമൂഹ്യ പ്രവാചകൻ്റെ 1-ാം പുസ്തകത്തിൽ 26-ാം അധ്യായത്തിൽ ദാവീദ് രാജാവും സാവൂൾ രാജാവും തമ്മിലുള്ളൊരു സംഭവമാണ് പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാവൂളിനെ പേടിച്ച് ഓടി പല സ്ഥലങ്ങളായിട്ട് ഒളിച്ചു താമസിക്കുന്ന ദാവീദിനെ തേടിയിട്ട് സാവൂൾ രാജാവ് പിന്നാലെ വരുന്നു. ദാവീദാകട്ടെ പ്രത്യേകിച്ച് ഹക്കീല കുന്നിൽ അവിടെ ഒളിച്ചിരിക്കുകയാണ്. ഈ വിവരം സാവൂൾ അറിയുന്നു. സാവൂൾ ദാവീദിനെ പിന്തുടർന്ന് വരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഹക്കീല കുന്നിൽ സാവൂൾ എത്തിയ കാര്യം ദാവീദ് അറിയാം. അപ്പോൾ ദാവീദാകട്ടെ ഈ സാവൂൾ കൂടാരം അടിച്ചിരുന്ന പാളയത്തിലേക്ക് രാത്രി തൻ്റെ ഭൃത്യനായിട്ടുള്ള അഭിഷായിയുമായിട്ട് വരികയാണ്. അപ്പോൾ അഭിഷായിയുമായിട്ട് ദാവീദ് ഈ പാളയത്തിലെത്തുമ്പോൾ ഈ സാവൂളിൻ്റെ ഭൃത്യന്മാരോ അല്ലെങ്കിൽ കൂട്ടാളികളോ ആരും അത് അറിയുന്നില്ല. സാവൂൾക്ക് എടുക്കുന്ന സ്ഥലത്ത് ഇവിടെ എത്തുന്നു. അപ്പോൾ അഭിഷായി സാവൂളിനെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലാനായിട്ട് ദാവീദിൻ്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ്. പക്ഷെ ദാവീദാകട്ടെ അഭിഷായി തടയാണ്. എന്ന് പറയുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ അഭിഷിക്തനാണ്. അപ്പോൾ അഭിഷിക്തനെ നേരെ കൈ ഓങ്ങാനായിട്ട് പാടില്ല എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കരുത് എന്നുള്ള അർത്ഥത്തിൽ അഭിഷായി ദാവീദ് തടയാണ്. അപ്പോൾ അങ്ങനെ ദാവീദ് എന്ത് ചെയ്യുന്നു? ഈ സാവൂളിനെ കൊല്ലുന്നില്ല, മറിച്ച് സാവൂളിൻ്റെ തലയുടെ ഭാഗത്തിരുന്നിട്ടുണ്ട് കുന്തവും കൂജയും കൊണ്ട് എടുത്ത് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ അങ്ങനെ എടുത്ത് പോയി ദാവീദ് അവിടുന്ന് രക്ഷപ്പെട്ട് വന്നതിന് ശേഷം വീണ്ടും ഉറക്കനെ വിളിച്ച് ഈ സാവൂളിൻ്റെ കൂട്ടത്തിലുള്ളവർ, പ്രത്യേകിച്ച് അബ്നേർ എന്ന് പറഞ്ഞ വ്യക്തിയെ വിളിച്ചുണർത്തുന്നു. അതിനുശേഷം അബ്നേറിനെ ഇങ്ങനെ പരിഹസിക്കുന്ന പോലെ സംസാരിക്കുകയാണ്. നീ എന്തുകൊണ്ട് നിൻ്റെ യജമാനെ വേണ്ട വിധം കാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറക്കനെ വിളിക്കുമ്പോൾ ഈ സ്വരം സാവൂൾ കേൾക്കുന്നു. സാവൂളിനെ ദാവീദ് തിരിച്ചറിയുന്നു. അപ്പോൾ അങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ സാവൂളിന് മനസ്സിലാകുന്നു ഏത് ദാവീദ് തൻ്റെ പാളയത്തിലേക്ക് വന്നിരുന്നുവെന്നും തന്നെ കൊല്ലാതെ വിട്ടു എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ ദാവീദ് സാവൂളിനടുത്ത് പറയുന്നുണ്ട്, അങ്ങ് എന്തിനാണ് എന്നെ ഇങ്ങനെ പിന്തുടരുന്നതും എന്നെ ഉപദ്രവിക്കുന്നതും? അങ്ങ് എന്നെ പിന്തുടരാനായിട്ട് ആവശ്യപ്പെടുന്നത് കർത്താവാണെങ്കിൽ അവന് മുമ്പ് ഞാൻ കാഴ്ച നൽകാം, മനുഷ്യനാണെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവരാകട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാവൂളിന് തൻ്റെ തെറ്റ് മനസ്സിലാകുകയും ദാവീദിനെ ഇനി ഉപദ്രവിക്കില്ല എന്നും അല്ലെങ്കിൽ വധിക്കില്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ അവനെ ആശ്വസിപ്പിച്ച് വിടുകയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല സാവൂൾ ദാവീദിനടുത്ത് പറയുന്നത് നീ അനുഗ്രഹീതനാണെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ എല്ലാ കാര്യങ്ങളിലും വിജയിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദാവീദിനെ പ്രോത്സാഹിപ്പിക്കുകയും ആശംസിക്കുകയും ചെയ്യാണ് സാവൂൾ രാജാവ്. അപ്പോൾ ആ ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ദാവീദ് സാവൂളിനെ വധിക്കാതെ വിടുന്നു. അതിന് കാരണമായിട്ട് കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ മേൽ കൈ ഓങ്ങരുത് എന്നുള്ള ദാവീദിൻ്റെ വിശ്വാസമാണ് അതിന് കാരണമായിട്ട് മാറുന്നത്. രണ്ടാമത്തെ വായന സങ്കീർത്തന പുസ്തകത്തിലാണ്. അതിൽ പ്രത്യേകിച്ച് 56-ാം അധ്യായത്തിൽ ദാവീദ് അല്ലെങ്കിൽ സങ്കീർത്തകന കർത്താവ് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവന് നിർഭയമായിട്ട് ഭയമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതിൽ പറയുന്നത് എങ്ങനെയാണ്? ശത്രുക്കൾ തന്നെ വേട്ടയാടുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് കർത്താവ് അഭയമായിട്ടുള്ള വ്യക്തിക്ക് യാതൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കർത്താവ് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുത്തെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അത് അവിടുത്തെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ ദാവീദ് ഇങ്ങനെ പറയാണ്. കാരണം ദാവീദ് രാജാവ് സാവൂളിൽ നിന്നും ഒരുപാട് അറിഞ്ഞപ്പോഴൊക്കെ കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടായി. ദാവീദിനെ കൊലക്കി കൊടുക്കാനായിട്ട് സാവൂളിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ട് കർത്താവ് ഇടവരുത്തിയില്ല. അപ്പോൾ അതിന് നന്ദി പറയത്തക്ക രീതിയിലാണ് ഈ സങ്കീർത്തന ഭാഗം. കാരണം കർത്താവ് എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് തന്നോട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലും, മാത്രമല്ല തൻ്റെ ജീവനെ മരണത്തിൻ്റെ താഴ്വരയിൽ നിന്നും തൻ്റെ പാദങ്ങളെ മരണത്തിൻ്റെ വീഴ്ചയിൽ നിന്നും ദൈവം രക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന സങ്കീർത്തന ഭാഗമാണ്. കാരണം സാവൂളിൻ്റെ വാളിൽ നിന്നും തന്നെ ദൈവമായ കർത്താവ് പ്രത്യേകമായി സംരക്ഷിച്ചു എന്ന് സൂചിപ്പിക്കുന്ന വരികളാണ് സങ്കീർത്തനത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. ധ്യാനപൂർവ്വം നമുക്ക് ഈ ഭാഗം വായിക്കാം, പ്രാർത്ഥിക്കാം. അധ്യായം 26. സിഫ്യർ ഗിബെയായിൽ സാവൂളിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, ദാവീദ് ജഷിമോന്റെ കിഴക്കുള്ള ഹക്കീല കുന്നിൽ ഒളിച്ചിരിപ്പുണ്ട്. കരുത്തരായ 3000 ഇസ്രായേലിയരോടൊത്ത് ദാവീദിനെ തിരക്കി സാവൂൾ സിഫ് മരുഭൂമിയിലേക്ക് പോയി. ജഷിമോന്റെ കിഴക്കുള്ള വഴിക്ക് സമീപം ഹക്കീല കുന്നിൽ സാവൂൾ പാളയമടിച്ചു. ദാവീദാകട്ടെ അവിടെ തന്നെ പാർത്തു. സാവൂൾ തന്നെ തേടി മരുഭൂമിയിൽ എത്തിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ദാവീദ് ചാരന്മാരെ അയച്ച് അക്കാര്യം ഉറപ്പുവരുത്തി. ദാവീദ് സാവൂൾ പാളയമടിച്ചിരുന്ന സ്ഥലത്തേക്ക് ചെന്നു. സാവൂൾ തന്റെ സൈന്യാധിപനും നേറിന്റെ മകനുമായ അബ്നേറിനോടൊത്ത് കിടക്കുന്ന സ്ഥലം
ദാവീദ് കണ്ടെത്തി. സാവൂൾ കൂടാരത്തിനുള്ളിൽ കിടക്കുകയായിരുന്നു. പട്ടാളക്കാർ അവനു ചുറ്റും പാളയമടിച്ചിരുന്നു. ദാവീദ് ഹിത്യനായ അഹിമലേക്കിനോടും സെരൂയായുടെ മകനും യോവാബിന്റെ സഹോദരനുമായ അബിഷായിയോടും ചോദിച്ചു, സാവൂളിന്റെ പാളയത്തിലേക്ക് എന്നോട് കൂടെ നിങ്ങളിൽ ആര് പോരും? അബിഷായി പറഞ്ഞു, ഞാൻ പോരാം. ദാവീദും അബിഷായിയും രാത്രിയിൽ സൈന്യത്തിന്റെ അടുത്തെത്തി. സാവൂൾ തന്റെ കുന്തം തലയ്ക്കൽ കുത്തി നിർത്തിയിട്ട് കൂടാരത്തിൽ കിടക്കുകയായിരുന്നു. അബ്നേറും പടയാളികളും ചുറ്റും കിടന്നിരുന്നു. അബിഷായി ദാവീദിനോട് പറഞ്ഞു, നിന്റെ ശത്രുവിനെ ദൈവം ഇന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ അവനെ കുന്തം കൊണ്ട് ഒറ്റക്കുത്തിന് നിലത്ത് തറയ്ക്കാം. രണ്ടാമതൊന്നുകൂടി കുത്തേണ്ടി വരില്ല. ദാവീദ് അബിഷായിയോട് പറഞ്ഞു, അവനെ കൊല്ലരുത്. കർത്താവിന്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷനായിരിക്കാൻ ആർക്ക് കഴിയും? കർത്താവാണെ അവിടുന്ന് അവനെ ശിക്ഷിച്ചുകൊള്ളും. യഥാകാലം അവൻ മരിക്കുകയോ യുദ്ധത്തിൽ വധിക്കപ്പെടുകയോ ചെയ്യും. കർത്താവിന്റെ അഭിഷിക്തന്റെ മേൽ കൈവയ്ക്കുന്നതിൽ നിന്ന് അവിടുന്ന് എന്നെ തടയട്ടെ. ഇപ്പോൾ അവന്റെ തലയ്ക്കിലുള്ള കുന്തവും കൂജയും എടുത്തുകൊണ്ട് നമുക്ക് പോകാം. സാവൂളിന്റെ തലയ്ക്കിൽ നിന്ന് കുന്തവും കൂജയും എടുത്ത് അവർ പോയി. ആരും കണ്ടില്ല, അറിഞ്ഞുമില്ല, ആരും ഉണർന്നതുമില്ല. കർത്താവ് അവരെ ഗാഢനിദ്രയിൽ ആഴ്ത്തിയിരുന്നു. ദാവീദ് അപ്പുറത്ത് കടന്ന് സാവൂളിൽ നിന്ന് വളരെ ദൂരെ ഒരു മലമുകളിൽ കയറി നിന്നു. അവൻ പട്ടാളക്കാരോടും നേറിന്റെ മകനായ അബ്നേറിനോടും വിളിച്ചു ചോദിച്ചു, അബ്നേർ, നിനക്ക് കേൾക്കാമോ? അബ്നേർ ചോദിച്ചു, ശബ്ദമുണ്ടാക്കി രാജാവിനെ ശല്യപ്പെടുത്തുന്നത് ആരാണ്? ദാവീദ് അബ്നേറിനോട് ചോദിച്ചു, നീ ഒരു പുരുഷനാണോ? ഇസ്രായേലിൽ നിന്നെ പോലെ ആരുണ്ട്? എന്തുകൊണ്ട് നീ നിന്റെ യജമാനായ രാജാവിനെ കാത്തില്ല? നിന്റെ യജമാനായ രാജാവിനെ കൊല്ലാൻ ജനത്തിലൊരുവൻ അവിടെ വന്നിരുന്നല്ലോ. നീ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല. തീർച്ചയായും നീ വധിക്കപ്പെടേണ്ടവനാണ്. കർത്താവിന്റെ അഭിഷിക്തനും നിന്റെ യജമാനനുമായ രാജാവിനെ നീ കാത്തില്ല. രാജാവിന്റെ തലക്കിലിരുന്ന കുന്തവും കൂജയും എവിടെയെന്ന് നോക്കുക. സാവൂൾ ദാവീദിന്റെ സ്വരം തിരിച്ചറിഞ്ഞിട്ട് ചോദിച്ചു, മകനെ ദാവീദേ, ഇത് നിന്റെ സ്വരം തന്നെയോ? ദാവീദ് പറഞ്ഞു, രാജാവേ, എന്റെ സ്വരം തന്നെ. യജമാനനായ അങ്ങ് എന്തിനീ ദാസനെ തേടി നടക്കുന്നു? ഞാൻ എന്ത് ചെയ്തു? എന്ത് കുറ്റമാണ് എന്റെ പേരിലുള്ളത്? യജമാനനായ രാജാവേ, ഈ ദാസന്റെ വാക്കുകൾ ശ്രവിച്ചാലും കർത്താവാണ് എനിക്കെതിരായി അങ്ങയെ തിരിച്ചുവിട്ടതെങ്കിൽ അവിടുന്ന് ഒരു കാഴ്ച സ്വീകരിക്കട്ടെ. മനുഷ്യരാണെങ്കിൽ അവർ കർത്താവിന്റെ മുൻപാകെ ശപിക്കപ്പെട്ടവരാകട്ടെ. എന്തെന്നാൽ നീ പോയി അന്യദേവന്മാരെ സേവിക്കുക എന്ന് പറഞ്ഞ് കർത്താവിന്റെ അവകാശത്തിൽ എനിക്ക് പങ്കില്ലാതാക്കത്തക്കവണ്ണം അവർ എന്നെ ഇന്ന് പുറന്തള്ളിയിരിക്കുന്നു. ആകയാൽ എന്റെ രക്തം കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അകലെ നിലത്ത് വീഴാതിരിക്കട്ടെ. മലകളിൽ കാട്ടുകോഴിയെ വേട്ടയാടുന്നവനെ പോലെ ഇസ്രായേൽ രാജാവ് എന്റെ ജീവനെ തേടി വന്നിരിക്കുന്നു. അപ്പോൾ സാവൂൾ പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തു പോയി. എന്റെ മകനെ ദാവീദേ, തിരിച്ചു വരിക. ഞാൻ ഇനി നിനക്ക് ഉപദ്രവം ചെയ്യുകയില്ല. എന്തെന്നാൽ ഇന്നെന്റെ ജീവൻ നിന്റെ കണ്ണിൽ വിലപ്പെട്ടതായി തോന്നി. ഞാൻ വിഡ്ഢിത്തം കാണിച്ചു. ഞാൻ വളരെയധികം തെറ്റ് ചെയ്തു പോയി. ദാവീദ് പറഞ്ഞു, രാജാവേ, ഇതാ കുന്തം. ദാസന്മാരിൽ ഒരുവൻ വന്ന് ഇത് കൊണ്ടുപോയിക്കൊള്ളട്ടെ. ഓരോരുത്തനും അവനവന്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം കർത്താവ് പ്രതിഫലം നൽകുന്നു. ഇന്ന് കർത്താവ് അങ്ങയെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാൽ അവിടുത്തെ അഭിഷിക്തനെതിരെ ഞാൻ കരമുയർത്തുകയില്ല. അങ്ങയുടെ ജീവൻ ഇന്നെനിക്ക് വിലപ്പെട്ടതായിരുന്നതുപോലെ എന്റെ ജീവൻ കർത്താവിന്റെ മുൻപിലും വിലപ്പെട്ടതായിരിക്കട്ടെ. എല്ലാ കഷ്ടതകളിലും നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കട്ടെ. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, എന്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹീതനാണ്. നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും. ദാവീദ് അവന്റെ വഴിക്ക് പോയി. സാവൂൾ കൊട്ടാരത്തിലേക്കും മടങ്ങി. നമ്മുടെ കണ്ണീരൊന്നും പാഴായി പോകുന്നില്ല. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്നു പാടുന്ന 56-ാം സങ്കീർത്തന കർത്താവിനോടൊപ്പം കരുതലുള്ള കർത്താവിൽ നമുക്ക് അഭയം തേടാം.
എന്നോട് കരുണ തോന്നണമേ. മനുഷ്യരെന്നെ ചവിട്ടി മെതിക്കുന്നു, ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. മനുഷ്യരെന്നെ ചവിട്ടി മെതിക്കുന്നു, ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു. ദൈവമേ, ദിവസം മുഴുവനും എൻ്റെ ശത്രുക്കൾ എന്നെ ചവിട്ടി മെതിക്കുന്നു. അനേകർ എന്നോട് ഗർവോടെ യുദ്ധം ചെയ്യുന്നു. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. മനുഷ്യരെന്നെ ചവിട്ടി മെതിക്കുന്നു, ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു. ദൈവമേ, ഭയമുണ്ടാകുമ്പോൾ ഞാനങ്ങയിൽ ആശ്രയിക്കും. ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. മർത്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. മനുഷ്യരെന്നെ ചവിട്ടി മെതിക്കുന്നു, ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു. ദൈവമേ, ദിവസം മുഴുവനും അവർ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു. അവരുടെ ചിന്തകൾ അത്രയുമെങ്ങനെ എന്നെ ഉപദ്രവിക്കാമെന്നാണ്. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. മനുഷ്യരെന്നെ ചവിട്ടി മെതിക്കുന്നു, ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു. ദൈവമേ,
അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു, അവർ എൻ്റെ പ്രാണനു വേണ്ടി. പതിയിരുന്ന എൻ്റെ കാലടികളെ നിരീക്ഷിക്കുന്നു. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. മനുഷ്യരെന്നെ ചവിട്ടി മെതിക്കുന്നു, ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു. ദൈവമേ, അവരുടെ അകൃത്യത്തിനു തക്ക പ്രതിഫലം നൽകണമേ. ദൈവമേ, ക്രോധത്തോടെ ജനതകളെ തകർക്കണമേ. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. മനുഷ്യരെന്നെ ചവിട്ടി മെതിക്കുന്നു, ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു. ദൈവമേ, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങു കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. മനുഷ്യരെന്നെ ചവിട്ടി മെതിക്കുന്നു, ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു. ദൈവമേ, ഞാനങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും. ദൈവമെൻ്റെ പക്ഷത്താണെന്നു ഞാനറിയുന്നു. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. മനുഷ്യരെന്നെ ചവിട്ടി മെതിക്കുന്നു, ദിവസം മുഴുവനും ശത്രുക്കൾ
ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു. ദൈവമേ, ഞാനാരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ. ഞാനാരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ. നിർഭയനായി ഞാനാശ്രയിക്കും. മർത്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. മനുഷ്യരെന്നെ ചവിട്ടി മെതിക്കുന്നു. ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു. ദൈവമേ, ദൈവമേ, അങ്ങേക്കുള്ള നേർച്ചകൾ നിറവേറ്റാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ അങ്ങേക്കു കൃതജ്ഞതാബലി അർപ്പിക്കും. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. മനുഷ്യരെന്നെ ചവിട്ടി മെതിക്കുന്നു. ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു. ദൈവമേ, ഞാൻ ദൈവസന്നിധിയിൽ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും എൻ്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. മനുഷ്യരെന്നെ ചവിട്ടി മെതിക്കുന്നു. ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു. ദൈവമേ,